നമസ്കാരം. സാംസ്കാരിക വാർത്തകൾ. വിഖ്യാത ഗായകൻ ഹരിഹരന്റെ ഗസൽ ആലാപനത്തിന്റെ സുവർണ ജൂബിലി ആഘോഷ പരിപാടിയായ ബേമിസാൽ ഖത്തറിലും അരങ്ങേറും. ഒക്ടോബർ 11 വൈകിട്ട് 6 ഖത്തർ ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്ററിലെ മയാസ തിയേറ്ററിലാണ് പരിപാടി. പ്രഖ്യാപന ചടങ്ങ് ഖബീല വെസ്റ്റ് ബേ ഹോട്ടലിൽ നടന്നു. ICBF പ്രസിഡന്റ് ഷാനവാസ് ബാവ, ഷാനവാസ് ഷെറാട്ടൺ ഉൾപ്പെടെ പ്രമുഖർ പങ്കെടുത്തു. ഷാഫി പാറക്കൽ പരിപാടി വിശദീകരിച്ചു. സുജാത വർമ്മ ഹരിഹരന്റെ പ്രഖ്യാനത്തിന്റെ സ്വിച്ച് ഓൺ നിർവഹിച്ചു. UAEയിൽ താമസിക്കുന്ന കൊണ്ടോട്ടി മുനിസിപ്പാലിറ്റിയിലെ മേലങ്ങാടി നിവാസികൾ ദുബൈയിൽ ഒത്തുകൂടി. VP നാസറിന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിന് അനീസ് ചുക്കാൻ സ്വാഗതവും മുജീബ് കോടശ്ശേരി നന്ദിയും പറഞ്ഞു. KK അഷ്റഫ്, താജ് മുഷ്താഖ്, സിദ്ദീഖ് മധുവായി, നാസർ തോട്ടോളി, ഹമീദ്, അബ്ദുറഹ്മാൻ അമ്പലങ്ങാടൻ, ഹബീബ് ചക്കുന്നൻ, KK നസീഫ്, സജീവൻ എന്നിവർ സംസാരിച്ചു. സെന്റർ ഫോർ ഇൻഫർമേഷൻ ആൻഡ് ഗൈഡൻസ് ഇന്ത്യ അഥവാ CIGI സ്റ്റുഡൻസ് എഡ്യൂട്ടൈൻമെന്റ് ക്ലബ് വിദ്യാർത്ഥികൾക്കായി സ്പാർക്ക് 2024 എന്ന പേരിൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. 6 മുതൽ 8 വരെ ക്ലാസ്സുകളിൽ പഠിക്കുന്നവർക്കാണ് വിനോദ, വിജ്ഞാന, സംവേദനാത്മക പരിപാടികൾ കോർത്തിണക്കിക്കൊണ്ടുള്ള ക്യാമ്പ് സംഘടിപ്പിച്ചത്. ചെയർമാൻ നവാസ് അബ്ദുൾ റഷീദ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. യദീം മുഹമ്മദ് അലി പരിപാടികൾക്ക് നേതൃത്വം നൽകി. ഷുക്കൂർ പൂക്കയിൽ, ഫഹീം നിസാർ, ഷർമി നവാസ്, ഷഫ്ന, ഷബീബ റഷീദ് അലി, ഫെബീന നിസാർ, മഹ്ജാബീൻ, നിസ്വാൻ അഹമ്മദ്, ജാസ്മിൻ, നിഖില സമീർ തുടങ്ങിയവർ പരിപാടികൾ നിയന്ത്രിച്ചു. 1 വർഷത്തേക്കുള്ള ഓഫ്ലൈൻ, ഓൺലൈൻ പദ്ധതികളാണ് എഡ്യൂട്ടൈൻമെന്റ് പരിപാടികളിലൂടെ വിദ്യാർത്ഥികളുടെ ഉന്നമനത്തിനായി ക്രമീകരിച്ചിട്ടുള്ളത്. ഇതോടെ സാംസ്കാരിക വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.